ഹലോ ഗൈസ്, നോക്കോട്ട് നിർമ്മിച്ചാൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വന്തം ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകണം. നമ്മുടെ പുറകെ ഇരിക്കുന്നത് ഈ ഒരു V3 വന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് എടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ ഇത് സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ആ സംഭവം വേറെ ഒന്നുമില്ല. അതായത് സെക്കൻഡ് വണ്ടികൾ V3യോ സെക്കൻഡ് ഇതേമാതിരി വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു V3 MT അങ്ങനത്തെ വണ്ടികൾ, അതായത് V3 ആണെന്നുണ്ട്, അതുകൊണ്ടാണ് V3 വെച്ചിട്ടാണ് കേട്ടോ. ഈ KTM ബൈക്സ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണക്ക്. അപ്പം എന്തായാലും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് സെക്കൻഡ് വണ്ടി എടുക്കണമെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും കേട്ടോ. ഈ ഒരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്ര റേറ്റ്, ഒരു ഏകദേശം ഒരു റേറ്റ് ഞാൻ പറയും, കറക്റ്റ് റേറ്റ് ഞാൻ പറയില്ല കേട്ടോ. അതാണ്, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് വരും കുറഞ്ഞു പോയി കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത്. അപ്പം വണ്ടി എടുത്തവൻ അവന് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആ ഒരു റേറ്റിന് അവൻ വണ്ടി എടുക്കുന്നത് ആരായാലും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും റേറ്റ് കറക്റ്റായിട്ട് പറയണം. പിന്നെ ബ്ലാക്കാണ് കേട്ടോ വണ്ടി വന്നിട്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി വന്ന് ഇപ്പം നിൽക്കുന്ന സ്ഥലം വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലം വന്നിട്ട് ആണോ അറിയുന്നുള്ളൊരു ചേട്ടൻ കേട്ടോ. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറുകയാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഓണർ വന്നിട്ട് ഇലക്ട്രീഷ്യനാണ്, പയ്യൻ വന്നിട്ട് പണിക്കൊക്കെയാണ്. അപ്പം ഞാൻ സ്ഥലത്ത് ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് വരണ വഴിക്ക് ഇവിടെ ഒരു തോട്ടം കര അവിടെ അതാ കിടക്കണം തോട് ഞാൻ കണ്ടുവരുന്നത്. അപ്പം ഇതിൻ്റെ കരയിൽ വന്നിട്ട് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് ഓർത്തേട്ടോ. അപ്പോൾ അതാണ്, ജസ്റ്റ് വഴിയിൽ നിന്ന് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇനി എന്തായാലും തിരിച്ച് വീഡിയോ എടുത്തിട്ട് വണ്ടി കൊണ്ട് തിരിച്ചു കൊടുക്കണം. അതാണ്, എന്നിട്ട് എൻ്റെ വണ്ടി ചെന്നെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അവിടെയാണ് വണ്ടി വെച്ചിട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി ഫുൾ സ്റ്റോക്ക് കണ്ടീഷനാണ്. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തായാലും പറയാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ പോകുന്നതിനാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ബെല്ലൊക്കെ ഒന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, പൈസ. അപ്പോൾ എന്തായാലും വണ്ടിയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം കേട്ടോ. നമുക്ക് എന്തായാലും പിന്നെ ഈ ഒരു വണ്ടി വന്നിട്ട് ഫസ്റ്റ് തന്നെ പറയാം. വണ്ടി വന്നിട്ട് മാറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന എഡിഷനാണ്. RC ബുക്കിൽ പറയുന്നത് മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. ഫുൾ സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി വന്നിട്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. വണ്ടി വന്നിട്ട് സിറ്റി രജിസ്ട്രേഷൻ ആണ് കേട്ടോ. വേണ്ട സിറ്റി രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടി വന്നിട്ട് മൊത്തത്തിൽ ആദ്യം എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, കിലോമീറ്റർ വന്നിട്ട് ഏകദേശം അല്ല 9455 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം 9000 സംതിങ്ങിൽ തന്നെയാണ് വണ്ടി എടുത്തതും. അപ്പോൾ എടുത്തിട്ട് പോകുന്ന 2 ആഴ്ചയായുള്ളൂ കേട്ടോ. അപ്പം അധികം ഓട്ടമൊന്നുമില്ല, ഈ പണിക്കൊക്കെ പോയിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കണം, അത് തന്നെ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഫുള്ള് സ്റ്റോക്ക് കണ്ടീഷനാണ്. അപ്പം പിന്നെ മൊത്തത്തിൽ വണ്ടി അലക്കി അങ്ങനെ ഭയങ്കര അലമ്പായിട്ട് ഓടിച്ചതായിട്ട് തോന്നുന്നില്ല. കാരണം വണ്ടി പക്കയായിട്ട് നീറ്റായിട്ട് സൂക്ഷിച്ച ഒരാളുടെ കയ്യിൽ നിന്നാണ് വണ്ടി എടുത്തത്. ഫസ്റ്റ് ഓണറിൻ്റെ നിന്ന് എടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. പിന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു വൈസറിൽ വന്നിട്ട് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലാതെ ഈ ഫ്രണ്ട് സൈഡ് വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡ്യുവൽ ചാനൽ ABS ഉള്ള വണ്ടിയാണ് കേട്ടോ. 2020 മോഡൽ വണ്ടിയാണ്, 20 നവംബർ വണ്ടിയാണ് കേട്ടോ. പിന്നെ ടയർ വന്നിട്ട് ഏകദേശം പക്കയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത് ഇനിയും 9000 കിലോമീറ്ററല്ലേ ഓടിയുള്ളൂ. ഇനി അങ്ങനെ പോയാലും ഒരു 20,000 ആ ഒരു റേഞ്ചിന് മേളിലോട്ട് എന്തായാലും പോകും, മര്യാദയ്ക്കൊക്കെ ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ വന്നിട്ട് ഈ ടയർ സൈഡിൽ വേറെ സ്ക്രാച്ച്, റിമ്മിൻ്റെ സൈഡിൽ അവിടെ സ്ക്രാച്ച്, ടയറല്ല സോറി റിമ്മിൻ്റെ കേസാണ് പറഞ്ഞത്. റിമ്മിൻ്റെ സൈഡ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഡിസ്ക് പാഡ് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല ഡിസ്ക് പാഡ് മാറ്റിയിട്ടില്ല, അത് ഏകദേശം തീരാറായി അങ്ങനെ ഒരു കണക്കിരിക്കുകയാണ്. ബാക്ക് മാറിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം, അതിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞുതരാം. പിന്നെ കണ്ട സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഒരു കിറ്റ് സ്റ്റിക്കർ പോലും പറിച്ച് കളയാതെ പക്കയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലോട്ട് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡ് ഞാൻ കിറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഫ്രണ്ട് സൈഡൊന്നും അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡ് ഭാഗവും അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് ഈ ഒരു സൈലൻസറിൻ്റെ ഇവിടെ ഇത് എൻ്റെ വണ്ടിക്ക് ഓരോ കൊണ്ട് കേട്ടോ. അത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറ്റുന്നതാണ്. ഇത് ഇച്ചിരി വലിയൊരു V3 പറഞ്ഞാൽ ഇച്ചിരി വലിയൊരു സൈലൻസറാണ്. അപ്പോൾ അത് കാരണം അത് എവിടെയെങ്കിലുമൊക്കെ ഇതേമാതിരി ചെറിയ രീതിയിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ടയർ വന്നിട്ട് അതും ഞാൻ പറഞ്ഞില്ലേ 9000 കിലോമീറ്റർ ഓടിയതാണ്. ഇനി എങ്ങനെ പോയാലും ഒരു 15,000 മുകളിലോട്ട് എന്തായാലും പോകും, മര്യാദയ്ക്ക് ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലും വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ പൊടിയൊക്കെ പറ്റി ആ ഒരു കണക്ക് ഇരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡിസ്ക് പേഡ് വന്നിട്ട് മാറാതെ ഇച്ചിരിയിട്ട് ഓടി അതിൻ്റെ അതായത് കണ്ട ഈ ഒരു പ്ലേറ്റിൽ വന്നിട്ട് സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും വലിയ സീനൊന്നുമില്ല. പക്ഷേ ഒരുപാട് അങ്ങനെ ഇട്ട് ഓടിയതല്ല, കുറച്ച് ഓടിയിട്ടുണ്ട്, അതാണ് ഈ സ്ക്രാച്ച് പറ്റിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ പുതിയതും മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പയ്യൻ മാറിയതല്ല, നേരത്തെ അതായത് ഫസ്റ്റ് ഓണർ തന്നെ മാറിയതാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ടെയിൽ ടെടി കണ്ട അത് ചെറിയൊരു ആട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതായത് എനിക്ക് തോന്നുന്നു ഇത് മാറ്റി വെച്ചിട്ടുണ്ടാകും, അവനും പറയണം അങ്ങനെയാണ്. അതായത് ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നാണ്, വിൽക്കാൻ വേണ്ടി സമയമായപ്പോൾ ഇതെടുത്ത് തിരിച്ച് കയറ്റി തരും കേട്ടോ. അപ്പം സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത് പോലെ ചെറിയൊരു ആട്ടമുണ്ട് കണ്ടോ.
അപ്പോൾ അതെന്തായാലും ടൈറ്റ് ചെയ്യണം. പയ്യൻ ടൈറ്റ് ചെയ്യണോ അതോ അവൻ അങ്ങനെ ബബിൾ വൈസർ അണ്ടർ വെല്ലി പിന്നെ ബാക്ക് ടൈൽ ചെടിയൊക്കെ മാറ്റിയിട്ട് നമ്പർ പ്ലേറ്റ് അടി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അതെന്തായാലും പിന്നെ നോക്കാം. ഇപ്പം 5-6 ദിവസത്തേക്ക് ഇങ്ങനെ ഇരുന്നോട്ട് എന്നുള്ള കണക്കിന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് സെറ്റപ്പ്. ബാക്ക് വന്നിട്ട് പിന്നെ വേറെ അങ്ങനെ ഒരുപാട് സ്ക്രാച്ച് ഒന്നുമില്ല. ഈ ഒരു പീസിലൊക്കെ ഈ 2 പീസിലൊക്കെ ബാക്കിലിരിക്കുന്ന ആളായിരുത്തണോണ്ട് സ്ക്രാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത് ഒന്നും ഇവിടെ തൽക്കാലം ഇതിലൊന്നും കാണുന്നില്ല. നൈസായിട്ട് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ സൈഡ് വരാൻ ചേട്ടൻ വീൽ ഹഗ്ഗറൊക്കെ അത് ഞാൻ പറയാൻ വിട്ടു. വീൽ ഹഗ്ഗറൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് ഫസ്റ്റത്തെ സ്പ്രോക്കറ്റ് തന്നെയാണ്. അത്യാവശ്യം നൈസായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അതും ഇനി നല്ലോണം ലാസ്റ്റ് ചെയ്യും. ഇപ്പം നല്ലോണം മീൻസ് എങ്ങനെ പോയാലും അതും ഒരു 20,000 കിലോമീറ്ററോളം ഓടാനുള്ള, അതായത് ഇനിയല്ല മൊത്തത്തിൽ ഇനി ഒരു 10,000 കിലോമീറ്റർ കൂടെ ഓടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂളൻ്റെയൊക്കെ പക്കയാണ് കേട്ടോ. അത് നൈസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിൽ ബാക്ക് സൈഡ് ഈ ഒരു സൈഡിലൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതേ കണക്ക് തന്നെ ഈ ഒരു കിറ്റും വന്നിട്ട് സ്റ്റോക്ക് കണ്ടീഷനും തന്നെയാണ്. ഈ ഒരു സൈഡ് വന്നിട്ട് കിറ്റും ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. വണ്ടി പക്കയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഗ്ലാസ്സിനൊന്നും വേറെ കൊടുക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നൈസ് അടിപൊളിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ സൈഡ് കണ്ടോ ഇങ്ങനൊരു സൗണ്ട്, അത് V3 എല്ലാ വണ്ടിക്കും ഉള്ളതാണ് കേട്ടോ. കണ്ടോ ബിൽഡ് ക്വാളിറ്റി ഇച്ചിരി കട്ടി കുറവ് കേട്ടോ. അതാണ് സീൻ, അല്ല വേറെ ഒന്നുമില്ല. ടാങ്ക് സൈഡ് വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ വണ്ടി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പക്കയാണ് കേട്ടോ. പക്ക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക 9,000 കിലോമീറ്റർ 2020 വണ്ടിയാണ്. 20 ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ. നവംബർ മാസത്തെ വണ്ടിയാണ്. 20 വണ്ടിയാണെങ്കിൽ പോലും വണ്ടി പക്കയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, നൈസായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പം സംഭവം വന്നിട്ട് വണ്ടി വന്നിട്ട് ഞാൻ പറഞ്ഞു 2020 വണ്ടിയാണ്. അതിനുശേഷം ഫസ്റ്റ് ഓണർ വണ്ടിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞുതരാം. 9,000 കിലോമീറ്റർ ഓടിയത് മൊത്തത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വണ്ടിക്ക് അവൻ എടുത്ത വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫിനാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്ലോസ് ചെയ്തിട്ടാണ് വണ്ടി മൊത്തത്തിൽ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ലാശം ക്ലോസ് ചെയ്തിട്ടാണ് വണ്ടി അവന് കൊടുക്കുന്നത്. അതാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ സ്റ്റോക്കായിട്ട് നൈസായിട്ടിരിക്കുന്ന ഈ ഒരു വണ്ടിക്ക് റേറ്റ് വന്നിട്ട് ഏകദേശം 1,25,000 മുതൽ 1,35,000 എമൗണ്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ വണ്ടി വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം അവന് ന്യായമായിട്ട് തന്നെ കിട്ടിയെന്ന് തന്നെ പറയാം കേട്ടോ. അതാണ് വണ്ടിയുടെ സെറ്റപ്പ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ മൊത്തത്തിൽ വണ്ടിയുടെ അതായത് ഈ ഒരു ഭാഗങ്ങളൊക്കെ എവിടെയെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്, ഈ സ്റ്റേ അതായത് കിറ്റ് പിടിപ്പിക്കുന്ന ഈ ഒരു സ്റ്റേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയത് വണ്ടി ഒന്ന് നോക്കിയെടുക്കുക കേട്ടോ. അതേ കണക്ക് തന്നെ ബാക്ക് എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചിട്ടുണ്ടോ, അത് ഈ ഒരു സിംഗാമ്പ് ഭാഗത്തോ അങ്ങനെ എന്തെങ്കിലും ബാക്കൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കിയെടുക്കുക അറിയുന്നുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുപോയിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടി വന്നിട്ട് ഏകദേശം 2 വർഷം വരെ കമ്പനി സർവീസ് ബുക്കിൽ നമുക്ക് പക്കയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് പറഞ്ഞു പോകാം. ഇല്ല പുറത്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിലോമീറ്റർ അറിയാൻ പറ്റില്ല കേട്ടോ. ഇതിന് ഇങ്ങനത്തെ വണ്ടികളിൽ ഉടായ്പ കാണിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. കമ്പനി കൊണ്ടുപോയി കഴിഞ്ഞാൽ റീഡിങ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അത് മറ്റേ ഇതിൽ 2 വർഷത്തിനകത്തുള്ള വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതായത് സർവീസ് ബുക്കിൽ നോക്കിയാൽ കറക്റ്റായിട്ട് പക്കയായിട്ട് സർവീസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. ഡേറ്റോ കിലോമീറ്ററിലോ പക്കയായിട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അതാണ് വണ്ടിയുടെ സെറ്റപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വണ്ടി നൈസായിട്ട് നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ. പിന്നെ മൊത്തത്തിൽ നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കാൻ പിന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചു തരാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. പക്ക സ്റ്റോക്കായിട്ട് പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ കണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പം ആ ഒരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഓട്ടുമ്പോൾ ഒരുമാതിരി കോണായിട്ടൊക്കെ ഇരിക്കും. പിന്നെ ക്ലച്ചൊക്കെ പിടിക്കുമ്പോൾ വേറൊരു അതായത് വണ്ടി ഏകദേശം 2018 വണ്ടിയാണ് എൻ്റെ വണ്ടി വന്നിട്ട്. 18 ലാസ്റ്റ് വണ്ടിയാണ്. അപ്പം അതിൻ്റേതായ വണ്ടിക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വന്നിട്ട് കോണ സെറ്റിന് ചെറിയൊരു അനക്കം വന്നപ്പോൾ അതൊക്കെ പണിയാനുള്ള സെറ്റപ്പാണ്. അപ്പം ഇത് വന്നിട്ട് പക്കയായിട്ടിരിക്കുകയാണ് കേട്ടോ. സൗണ്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ പക്കയായിട്ടിരിപ്പുണ്ട് വണ്ടി. പക്ക നീറ്റായിട്ടുള്ള സൗണ്ടിൽ കാര്യങ്ങളാണ് വണ്ടി ഇരിക്കുന്നുണ്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് വന്നിട്ട് ഈ ഒരു സൈഡല്ല ഹോണിൻ്റെ കേസ് ഞാൻ വന്ന സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫോൺ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണോ അതാ മറ്റേ പയ്യൻ ചേഞ്ച് ചെയ്താണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും ഓക്കെ ആ ഫോണ് സ്റ്റോക്കാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. BS6 ഇപ്പോൾ ഇങ്ങനെ ആണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അല്ല എക്സ്ട്രാ ഒരു ഹോണൂടെ ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് സെറ്റപ്പ്. അതിനാണ് ഈ വോയിസിൻ്റെ വ്യത്യാസം വന്നിട്ട്. ഇതാ ഒരു ഹോൺ ഇരിക്കുന്നത്, ഒരു ഹോൺ മാത്രമാണ് ഇതോടെ അവിടെ പറഞ്ഞത്. അപ്പം എക്സ്ട്രാ 2 എണ്ണം പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു സൗണ്ട് ഇങ്ങനെ ഒരു വ്യത്യാസം കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും വണ്ടി ഇത് ചെറിയൊരു റോഡായതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഓടിച്ച് കാണിക്കുന്നുള്ള സൗണ്ട് എന്തായാലും പക്കയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ.
ഓക്കെ. പിന്നെ റവ്യൂ നോക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ വൈബ്രേഷൻ, കിറ്റ് വൈബ്രേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഈ വണ്ടിയൊക്കെ പറഞ്ഞാൽ വൈബ്രേഷൻ വന്നിട്ട് ഈ ഒരു സാധനമാണ് കേട്ടോ, ഫുഡ് റെസ്റ്റ് വന്നിട്ട് ലൂസായി ക്രിറെന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, വൈബ്രേഷൻ അടിക്കും. അതുകൂടെ നോക്കാം കേട്ടോ. അത് ഒന്ന് നോക്കിയിട്ട്, അതായത് അതിനെ രണ്ടിനെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് വണ്ടി ഒന്ന് റബ്ബ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിറ്റിന് എന്തെങ്കിലുമൊക്കെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും പറഞ്ഞ് നിന്ന് വെയിലത്ത്, ഇവിടെ ഭയങ്കര വെയിലും, മൊട്ടം വെയിലും, ചെറിയൊരു തെങ്ങിൻ്റെ ഈ ഒരു തെങ്ങിൻ്റെ തള്ളത്ത് നിന്നാണ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം കേട്ടോ. ഇതാണ് സെറ്റപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുത്തേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇതേമാതിരി സെക്കൻഡ് വണ്ടികളുടെ വീഡിയോ ചെയ്യണം കേട്ടോ. അതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് റിപ്ലൈ സെറ്റാക്കാം. അതാണ്. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയുന്നത് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. എന്തായാലും വണ്ടി കൊണ്ട് പയ്യനും കൊടുക്കണം. അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കിടന്നിരിക്കും. ബൈ.